ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പുഡിങ്ങിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ്. വെറും 4 ചേരുവകൾ വെച്ചിട്ട് ഒരു 5 മിനിറ്റിനകത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പുഡിംഗ് ആണെന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്. ഈ 4 ചേരുവക എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ വീട്ടിലുള്ള ചേരുവകളാണ്, സാധാരണ ഉപയോഗിക്കുന്ന ചേരുവകൾ തന്നെയാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഒരു സൂപ്പർ ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ചോക്ലേറ്റ് പുഡിംഗ് തയ്യാറാക്കുന്നതെന്ന്. അതിനായിട്ട് ഞാനിവിടെ 1/2 ലിറ്ററോളം ഉള്ള പാലെടുത്തിട്ടുണ്ട്. ഇത് തിളപ്പിക്കാത്ത പാലാണ്, കാരണം നമ്മളിനി ഇത് തിളപ്പിക്കാനാണ് പോകുന്നത്. അപ്പോൾ ഈ പാലിൽ നിന്ന് നമുക്ക് അല്പം മാറ്റി വെക്കണം, കാരണം നമ്മൾ ഇതിനകത്ത് കോൺഫ്ലവർ ആണ് കലക്കി കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പാലിൽ നിന്ന് ഒരു 1/4 കപ്പോളം ഉള്ള പാല് മാറ്റി വെക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനകത്തോട്ട് ആദ്യം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 2.5 ടേബിൾ സ്പൂണോളമുള്ള കോൺഫ്ലവർ ആണ്. കോൺഫ്ലവർ എന്ന് പറയുന്നത് ഞാൻ ഇതിന് മുൻപും ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി ഇട്ടപ്പോൾ കുറേ പേര് ചോദിച്ചു എന്താണ് ഈ കോൺഫ്ലവർ എന്ന്. കോൺഫ്ലവർ എന്ന് പറയുന്നത് ചോളത്തിൻ്റെ പൊടിയാണ് കേട്ടോ. അതിപ്പോൾ എല്ലാ ബേക്കറികളിലും കിട്ടുന്നുണ്ട്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ സൂപ്പർ മാർക്കറ്റിലാണെന്നുണ്ടെങ്കിലും ഇതൊക്കെ അവൈലബിൾ ആണ്. ഇതിന് വലിയ പൈസയൊന്നുമില്ല കോൺഫ്ലവർ. നമുക്ക് ഇതുപോലത്തെ ഉള്ള ഡിസേർട്ടൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഐസ്ക്രീം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി നല്ലതാണ് ഈ ഒരു പാക്കറ്റ് മേടിച്ച് വെക്കുന്നത് കേട്ടോ. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഈ കോൺഫ്ലവർ എന്ന് പറയുന്നത് ഇങ്ങനെ കട്ട് ചെയ്തിട്ടാണ് ഇരിക്കുക. അത് ഇച്ചിരി സമയമെടുത്ത് വളരെ സാവധാനം വേണം ഇതൊന്ന് മിക്സ് ചെയ്ത് നമ്മൾ നല്ല പാലും വെള്ളം പോലെ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മളെടുക്കുന്ന പാല് എപ്പോഴും ഫുൾ ഫാറ്റ് മിൽക്ക് എടുക്കാൻ നോക്കണം. കാരണം ഇതൊരു പുഡിംഗ് ആയതുകൊണ്ടും, അല്ലെങ്കിൽ പുഡിംഗ് ഐസ്ക്രീം ഇതുപോലത്തെ ഏത് റെസിപ്പി ആണെന്നുണ്ടെങ്കിലും ഫുൾ ഫാറ്റ് മിൽക്ക് എടുക്കുക. അപ്പോൾ ഞാനിത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഇതൊരു ചോക്ലേറ്റ് പുഡിംഗ് ആയതുകൊണ്ട് നമുക്ക് ചോക്ലേറ്റ് ചേർക്കണം. ചോക്ലേറ്റിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കൊക്കോ പൗഡറാണ് ചേർക്കുന്നത്. നമുക്ക് കൊക്കോ പൗഡർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ പകരം നമ്മുടെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു ചോക്ലേറ്റ് പൊടി ഉണ്ടല്ലോ, കുഞ്ഞുങ്ങൾക്കൊക്കെ പാലിൽ കലക്കി കൊടുക്കുന്ന പൊടിയാണെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇവിടെ കൊക്കോ പൗഡർ 1.5 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യണം. ഇത് ഇച്ചിരി സമയം എടുത്തിട്ടാണ് മിക്സ് ആവത്തുള്ളൂ, കാരണം ഈ പൊടി ഇങ്ങനെ കുറച്ച് എന്താ പറയുക, ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ മേലെ ഇങ്ങനെ പൊന്തിക്കെടുക്കും ഈ പാലിൻ്റെ. അപ്പോൾ അത് കുറച്ച് സമയം എടുത്തൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഇതിൻ്റെ വേറൊരു ഓപ്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുന്ന എന്തെങ്കിലും ഒരു മൈലോ, ബൂസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ഇപ്പം പുറത്തുനിന്ന് മേടിക്കുന്ന ചോക്ലേറ്റ് ഉണ്ടല്ലോ, ഡയറി മിൽക്കോ അങ്ങനത്തെ എന്തെങ്കിലും ഒന്ന് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തിട്ട് അതാണെങ്കിലും ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഓപ്ഷൻസ് എന്ന് പറയുന്നത്. പിന്നെ കൊക്കോ പൗഡർ ആകുമ്പോൾ എളുപ്പമുണ്ട്, നമുക്ക് വേറെ പണിയൊന്നുമില്ല, ജസ്റ്റ് ആ പൊടി ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതാ ഞാൻ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്തോട്ട് നേരത്തെ നമ്മളെടുത്ത് മാറ്റി വെച്ചിരുന്ന ആ ഒരു 1/2 ലിറ്റർ പാല് ഞാൻ ഇതിനകത്ത് ഒഴിച്ചിട്ടുണ്ട്. ആ പാലിൽ നിന്ന് കുറച്ച് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ചോക്ലേറ്റിൻ്റെ ഒരു മിക്സിന്. അപ്പോൾ പാലൊക്കെ സൈഡിലൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വരാനൊക്കെ ഇങ്ങനെ പതഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിനകത്ത് ആവശ്യത്തിനുള്ള മധുരം ചേർക്കാം. ഞാനിവിടെ 1/4 കപ്പോളം ഉള്ള മധുരമാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം, അല്ലെങ്കിൽ അത് കുറവ് മതി എന്നുണ്ടെങ്കിൽ അങ്ങനെയാവാം കേട്ടോ. ഞാൻ 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പഞ്ചസാരയൊക്കെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ലോയിലോട്ട് മാറ്റണം. ഏറ്റവും ലോയിലോട്ട് മാറ്റിയതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു മിക്സ് ഒന്ന് സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കാരണം ഇതിനകത്ത് ചിലപ്പോൾ ആ ഒരു കോൺഫ്ലവറൊക്കെ താഴെ അടിഞ്ഞ് കിടക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇത് ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഫ്ലെയിം കെടുക്കുന്നത്. ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. എന്നിട്ട് നമുക്ക് ഇതൊന്ന് നല്ല തിക്കായിട്ട് കുറുകി വരാൻ തുടങ്ങും. ഒരു 2 മിനിറ്റ് വേണ്ടി വരുള്ളൂ. നമുക്ക് ആദ്യത്തെ 1 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം അടുത്ത 1 മിനിറ്റ് നമുക്കത് ഒരു മീഡിയത്തിലോട്ട് മാറ്റാം. എന്നിട്ട് കൈ വിടാതെ തന്നെ ഇളക്കി കൊടുക്കുക. എങ്കിലാണ് ഇത് നമുക്ക് എന്താ പറയുക, കട്ടയൊന്നും ഇല്ലാതെ അടി പിടിക്കാതെ പെട്ടെന്ന് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റാൻ പോവാണ്. എന്നിട്ട് കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഈ ഒരു പുഡിംഗ് നന്നായിട്ട് തന്നെ കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ബട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂണോളമുള്ള ബട്ടർ ചേർത്ത് കൊടുത്തെന്നാലും നല്ലതാണ്. അതുപോലെ വാനില എസൻസിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് അതും ചേർത്ത് കൊടുക്കാം. പക്ഷെ ഞാനിത് രണ്ടും ചേർക്കുന്നൊന്നുമില്ല, അത് ചേർക്കാതെയാണ് ഞാനത് ഉണ്ടാക്കാൻ പോകുന്നത്. എന്നാലും ഇതിന് സൂപ്പർ രുചിയാണ്. അപ്പോൾ ഈ ഒരു കണ്ടോ, ഇതാണ് ഇതിൻ്റെ ഒരു കട്ടയായിട്ടുള്ളൊരു പരുവം. നമുക്ക് ഇത്രയും മതി, ഒത്തിരി അങ്ങ് തിക്കാക്കേണ്ട കാര്യമില്ല.
അപ്പോൾ ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഏത് പാത്രത്തിലാണോ ഇത് സെറ്റാക്കാൻ പോകുന്നത് ആ പാത്രം ഇതുപോലെ അല്പം ബട്ടർ വെച്ചൊന്ന് തൂത്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ എണ്ണയാണെങ്കിലും, എണ്ണ എന്ന് പറയുമ്പോൾ സൺഫ്ലവർ ഓയിൽ മാത്രം എടുക്കുക. അതായത് മണം ഒന്നും ഇല്ലാത്ത ഒരു ഓയിൽ എടുക്കണം, അല്ലാതെ വെളിച്ചെണ്ണ വെച്ചിട്ട് ചെയ്തേക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലൊക്കെ ഒന്ന് ബ്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മിക്സ്, ഞാൻ ഈ ഒരു മിക്സ് ഒഴിക്കാൻ എളുപ്പത്തിന് വേറൊരു മെഷർമെൻറ്റ് കപ്പിലോട്ട് ഒഴിച്ചതാണ് കേട്ടോ. പിന്നെ ഞാൻ അല്പം കാഷ്യൂ നട്ട്സ് എടുത്തിട്ടുണ്ട്. അത് തികച്ചും ഓപ്ഷണലാണ്, ഞാൻ ഉള്ളതുകൊണ്ട് എടുത്തു എന്ന് മാത്രം. നിങ്ങളുടെ വീട്ടിൽ കാഷ്യൂ നട്ട്സോ കപ്പലണ്ടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ചെയ്യുന്നത്, ഈ ഒരു പാത്രത്തിൽ ഞാനിതൊരു ലെവലായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്യുന്നത്, ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഇങ്ങനെയും ചെയ്യാം എന്ന് മാത്രം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ ഒരു പാത്രത്തിൽ ഒഴിച്ച് സെറ്റാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ ഇവിടെ കുഞ്ഞുങ്ങൾ 4 പേരൊക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് തനിച്ച് കഴിക്കാൻ വേണ്ടി ഇതുപോലത്തെ പാത്രങ്ങൾ എടുത്തേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ആദ്യം ഒരു ലെയർ, ഞാൻ ആദ്യം കുറച്ച് നമ്മുടെ ഒരു മിക്സ് ഒഴിച്ചു, പിന്നെ അല്പം കശുവണ്ടി ഇട്ട് കൊടുത്തു, പിന്നെ ഇത് പിന്നെയും ഞാൻ ആ ഒരു മിക്സ് ഒഴിച്ചു കൊടുത്തു. എന്നിട്ടൊരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇത്രയും ഞാൻ ചെയ്യുന്നുള്ളൂ. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കശുവണ്ടി ഇല്ല, അല്ലെങ്കിൽ ഇതൊരു 5ാമത്തെ ചേരുവകയാണല്ലോ എന്നൊന്നും പറയേണ്ട, അത് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. എല്ലാം എക്സ്ട്രാ രുചികളാണല്ലോ, നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ചേർത്ത് കഴിഞ്ഞെന്നാൽ കഴിക്കാനൊക്കെ ഒരു രുചിയൊക്കെ കാണും, കൂടുതലുണ്ടാവും, അത്രയേ ഉള്ളൂ. ഇപ്പം നമ്മളൊരു ബിരിയാണി ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും നമ്മൾ അതിനകത്ത് ഇപ്പം മല്ലിയിലിട്ടില്ല എന്ന് ഓർത്തുകൊണ്ട് ബിരിയാണി അല്ലാതാവില്ലല്ലോ. എന്നാലും അതിൻ്റേതായ രുചി ഉണ്ടാവും, അത് കഴിക്കാനും കൊള്ളുന്നൊരു പരിവൊക്കെ തന്നെയല്ലേ. അത് എന്ന് പറഞ്ഞ പോലെയുള്ളൂ, നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് മാത്രം നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി ഞാൻ ബാക്കിയുള്ള പാത്രങ്ങളും കൂടെ ഒന്ന് സെറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് ഒഴിച്ചതിന് ശേഷം സ്പൂൺ വെച്ചിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. പിന്നെ ഒന്ന് തട്ടിക്കൊടുക്കും വേണം, കാരണം ഇതിനകത്ത് എന്തെങ്കിലും ഒരു എയർ ബബിൾസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിതൊരു പാത്രത്തിലോട്ട് തിരിച്ചിടുന്ന സമയത്ത് കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് അത് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാ പാത്രത്തിലും 4 പാത്രമായിട്ടോ, 4 പാത്രത്തിലും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് തട്ടിക്കൊടുക്കാം, എയർ ബബിൾസ് ഉണ്ടെന്നുണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രിഡ്ജിനകത്ത് വെച്ച് ഒരു 2 മണിക്കൂറെങ്കിലും മിനിമം വെക്കണം. ഫ്രിഡ്ജിനകത്ത് വെക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ, കാരണം നമുക്ക് പ്രോപ്പറായിട്ട് സെറ്റായിട്ട് വരും ഫ്രിഡ്ജിനകത്ത് വെച്ചാൽ. അപ്പോൾ ഞാനിവിടെ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ എടുത്തു കേട്ടോ, കാരണം മക്കളൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു, അവർക്കത് കഴിക്കണം എന്ന് പറഞ്ഞിട്ട്. കാരണം ഇവിടെ ഇപ്പോൾ ഭയങ്കര വെയിലാണ്, അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ അത് കഴിക്കാനൊക്കെ ഭയങ്കര ഒരു എന്താ പറയുക, ഈ തണുത്ത സാധനങ്ങളൊക്കെ ചൂടത്ത് കഴിക്കുക ഒരു സുഖമല്ലേ എന്ന് പറഞ്ഞ പോലെ. എനിക്ക് ഫ്രിഡ്ജിനകത്തായതുകൊണ്ട് പിള്ളേരെങ്ങനെ വന്ന് ഒത്തിരി അങ്ങ് എടുക്കുമായിരുന്നു പെട്ടെന്ന്. അപ്പോൾ അവർ കൈയൊക്കെ ഇട്ട് ടേസ്റ്റ് ചെയ്യാനൊക്കെ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഓർത്തു, അന്ന് പിന്നെ പെട്ടെന്ന് തന്നെ അത് മറിച്ചിട്ട് കാണിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഓരോരോ പാടൊക്കെ വരുമെന്ന്. അപ്പോൾ നിങ്ങളതൊരു 2 മണിക്കൂറെങ്കിലും മിനിമം വെക്കണം. ഇതിപ്പോൾ ഞാൻ 1 മണിക്കൂർ മാത്രം വെച്ചതുകൊണ്ടാണ് ആദ്യത്തെ 2 കണ്ടോ, അത് പ്രോപ്പറായിട്ട് സെറ്റ് ആയിട്ടില്ല, ആവുന്നേ ഉള്ളൂ. പക്ഷേ ബാക്കിയുള്ള 2 ഒരുവിധം സെറ്റായി വന്നിട്ടുമുണ്ട്. അപ്പോൾ ഇത് ഒരു 2 മണിക്കൂർ വെച്ചാൽ ഇതിനേക്കാളും നല്ല സൂപ്പറായിട്ടാണ് നമുക്ക് സെറ്റായിട്ട് വരിക. അപ്പോൾ ഇവിടെ ധൃതി കൂടിപ്പോയതുകൊണ്ടാണ് പെട്ടെന്ന് എടുത്തത് കേട്ടോ. അപ്പോൾ ഇത് നല്ല ജെല്ലി ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ്. നമ്മുടെ വീട്ടിലൊക്കെ പെട്ടെന്ന് ഒരു വിരുന്നാരൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 5 മിനിറ്റേ ഉള്ളൂ. ഇത് സെറ്റാക്കി എടുക്കാനാണ് ഇച്ചിരി ഒരു 1-2 മണിക്കൂർ സമയം എടുക്കുന്നത്. 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ഒരു പുഡിങ് റെഡിയാക്കി എടുക്കാൻ പറ്റും. 5 മിനിറ്റ് പോലും വേണ്ട. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത്, ഞാൻ അല്പം ചെറി വെച്ച് കൊടുക്കുന്നുണ്ട്, ജസ്റ്റ് ഒരു ടോപ്പിങ്ങിനൊക്കെ വേണ്ടിയിട്ടാണ്, കാണാനുള്ള ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം. പിന്നെ അതുപോലെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരുന്ന കശുവണ്ടിയിലെ കുറച്ച് ബാക്കിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതും കൂടെ ഞാനതൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ചോക്ലേറ്റ് പുഡിംഗ് തയ്യാറായി. ഞാനിതിപ്പോൾ ഒന്ന് ജസ്റ്റ് പാത്രം ഒന്ന് ഇളക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് അതിങ്ങനെ ജെല്ലി പോലെ ഇങ്ങനെ ഇളകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പുഡിംഗ്. ഇപ്പോൾ ഞാൻ 2 ദിവസം മുന്നേ വേറൊരു പുഡിംഗ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു സ്നോ പുഡിംഗ്. അപ്പോൾ അന്ന് ഇട്ടപ്പോൾ എന്നോട് കുറേ പേര് പറഞ്ഞു ചോക്ലേറ്റ് ആണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ആ ഒരു 2-3 പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു, ചോദിച്ചിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ മുൻപ് ഉണ്ടാക്കിയ പുഡിങ്ങിനേക്കാളും ഒരു എക്സ്ട്രാ ചേരുവക മാത്രം, അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. എന്നിട്ട് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.